90.8 റേഡിയോ മീഡിയ വില്ലേജിൽ ഇതാ വീണ്ടും സംഗീത മഹോത്സവത്തിന് തിരി തെളിയുന്നു. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. റേഡിയോ മീഡിയ വില്ലേജ് 90.8 presents മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നമ്മുടെ ഈ ഒരു മത്സരം ഇങ്ങനെ വാശിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഞങ്ങളുമുണ്ട് എന്ന വാശിയിലാണ് ഓരോ മത്സരാർത്ഥികളും ഈ വേദിയിൽ മാറ്റൊരുക്കുന്നത്. അതും ഇവരുടെ സോങ് സെലക്ഷനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അടിപൊളി പാട്ടുകളാണ് ഇവർ ഓരോരുത്തരും സെലക്ട് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ആരായിരിക്കും ഗ്രാൻഡ് ഫിനാലയിലെത്തി മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7ന്റെ വിജയ കിരീടം നേടുന്നതെന്ന് അറിയാനുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സേറ റോയ് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Sarah, welcome to Music Dhamaka Junior Season 7. Thank you. എന്ത് തോന്നുന്നു ഈ സെമി ഫൈനലിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ? വലിയൊരു ഭാഗ്യമായിട്ട് തോന്നി. ഇവിടം വരെ എത്തിയതിൽ ഇനി ഗ്രാൻഡ് ഫിനാലെ കിട്ടിയില്ലെങ്കിലും സെമി ഫൈനൽ വരെ എത്താൻ പറ്റിയതിൽ സന്തോഷം. അപ്പോൾ സെറയുടെ ഒരു മൈൻഡും അടിപൊളിയാട്ടോ. സെറ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th. എവിടുന്നാ വരുന്നത്? സെന്റ് ജോസഫ് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ സെമി ഫൈനലിലെ ആദ്യത്തെ റൗണ്ടിലേക്ക് പോവുകയാണ്. ഓൾഡ് ഈസ് ഗോൾഡ്. ഓൾഡ് ഈസ് ഗോൾഡിൽ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? മൈനാകം എന്ന് പറഞ്ഞ് തുടങ്ങും. ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പാടാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. దసని పని దగమ పాప గమ పని ని సా సా పని సరి పమ గ మా పాప మరి పరి మారి ని ద గమ పప మ పని ని పని సరి ఆ മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളാൽ ശിശിരങ്ങൾ തിരയുന്നുവോ മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളാൽ ശിശിരങ്ങൾ തിരയുന്നുവോ മഴനീർ കണമായി താഴ്ത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലതങ്ങൾ പോലെ മഴനീർ കണമായി താഴ്ത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലതങ്ങൾ പോലെ മൗനങ്ങളാകും വാഗ്മേഘമെന്നും വളരുന്നു പടരുന്നു തകരുന്നു ഞൊടിയിടയ്ക്കകമെന്നെന്നും മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളാൽ ശിശിരങ്ങൾ തിരയുന്നുവോ
നിധികൾ നിറയും ഖനി തേടിയോരോ വനഭൂമി തോറും പരതും ഹൃദയം പമദസനി ധനിസമാഗരീത ഗമപനീനി പരിസഗാഗ മഗസനിത പസാ വനഭൂമി തോറും പരതും ഹൃദയം നീശുന്ന കാറ്റിൻ മൂളുന്ന പാട്ട് വനികയിലൊരു കുലമലരിനു ചൊടിതളിലൊരാവേശം മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളാൽ ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ. ചെറുക്കുട്ടി എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. വിചാരിച്ച പോലെ പാടാൻ പറ്റിയോ? വിചാരിച്ച പോലെ പാടാൻ പറ്റി. ഹാപ്പിയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സന്തോഷത്തിൽ തന്നെ അടുത്ത റൗണ്ടിലേക്ക് അങ്ങ് പോയാലോ? ഓക്കെ, അപ്പോൾ ഈ സെമി ഫൈനൽസിലെ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് അന്യഭാഷാ സോങ്സ് ആണ്. ഏതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഒരു അടിപൊളി പാട്ട് ഈ സ്റ്റേജിലും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. जी हमें मंजूर है आपका ये फैसला, जी हमें मंजूर है आपका ये फैसला. कह रहे हैं हर नजर बंदा परवर शुक्रिया, हंस के अपनी जिंदगी में कर लिया शामिल मुझे. दिल के धड़कन ठहर जा, मिल गई मंजिल मुझे. आपकी नजरों ने समझा. आपकी मंजिल हूँ मैं, मेरी मंजिल आप है. आपकी मंजिल हूँ मैं, मेरी मंजिल आप है. क्यों मैं तूफान से डरूं, मेरा साहिल आप है. कोई तूफान नोम से कह दे, मिल गया साहिल मुझे. दिल की धड़कन ठहर जा, मिल गई मंजिल मुझे. आपकी नजरों ने समझा. पड़ गई दिल पर मेरे आपकी परछाइयाँ. पड़ गई दिल पर मेरे आपकी परछाइयाँ.
സേറക്കുട്ടി, എന്തോ അപ്പൊ തുടങ്ങിയപ്പോ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ വിചാരിച്ച പോലെ പാടാൻ പറ്റിയില്ലേ? ചെറുതായിട്ട് ആ. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ സാറുമാരോടൊന്ന് ചോദിക്കാം അല്ലേ? ആന്റണി സാർ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സേറയുടെ പെർഫോമൻസ്? പിന്നെ സെറ വളരെ ഹാപ്പി ആയിട്ടാണ് പാടുന്നത്. വളരെ ചിരിച്ചുകൊണ്ടൊക്കെ പാടി കേട്ടോ. അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. Thank you. പിന്നെ പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല. പാട്ടൊക്കെ ഇച്ചിരി മോൾ ടാലൻ്റ് ഉണ്ട്, പാടാനുള്ള കഴിവുണ്ട്. കുറച്ചുകൂടെ ട്രെയിനിങ്ങിലൂടെ ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം കേട്ടോ. അത് ശ്രദ്ധിക്കുക. അതുപോലെ സംഗതികൾ എന്താണെന്നും അത് പാട്ട് എങ്ങനെയാണെന്ന് പാടുന്നത് കുറച്ചുകൂടെ ഒന്ന് ട്രെയിനിങ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് നല്ല ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. മോളിപ്പോൾ മോളുടേതായിട്ടുള്ള സ്റ്റൈലിലാണ് പാടുന്നത് അല്ലേ? മൈനാകവും അതിൻ്റെ ആദ്യം പാടിയ മൂളിലും സ്വരങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആക്കാനുണ്ട്. അതിൻ്റെ കറക്റ്റ് നോട്ട്സ് നിന്ന് ഡീവിയേഷൻ ഉണ്ട് സ്വല്പമൊക്കെ. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, സ്വരങ്ങളൊന്നും പഠിക്കാത്തോണ്ടേ. സപ്തസ്വരങ്ങളൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ സംഗീതത്തിൻ്റെ ബേസിക് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതൊക്കെ നല്ലപോലെ പാടാനായിട്ടുള്ള കഴിവുണ്ടാവും. തൊണ്ട അതിനനുസരിച്ച് വരും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ 2 പാട്ടും മോള് പാടി നല്ല രസമുണ്ട്. മോളുടെ താല്പര്യമുണ്ട്, ആ മ്യൂസിക്കിനോടുള്ള പാഷൻ കാണുന്നുണ്ട്. പാടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, വലിയ ഗായികയാകാം. അതുകൊണ്ട് ഒരു ട്രെയിനിങ് നേടുന്നത് നല്ലതായിരിക്കും കേട്ടോ, ഡെവലപ്പ് ചെയ്യാൻ. എനിവേ ഇപ്പോഴത്തെ പെർഫോമൻസ് നന്നായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ സാർ ആന്റണി സാർ പറഞ്ഞ പോലെ പാട്ട് പഠിക്കത്തില്ല ഇനി? ഉറപ്പായിട്ടും പഠിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഷായി സാറിനോടും കൂടി ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു മോളുടെ പെർഫോമൻസ് എന്ന്. ഷായി സാർ, എങ്ങനെ ഉണ്ടായിരുന്നു? എന്തോ സാറാ സ്റ്റേജിൽ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. താങ്ക് യു. നല്ല ചിരിച്ച് സന്തോഷമായിട്ടാണ് നിൽക്കുന്നത്. താങ്ക് യു. പാട്ടിലെ സാറ് പറഞ്ഞ പോലെ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്. അത് മോൾ പഠിക്കാത്തതിൻ്റെയും ശരിക്കത് കേൾക്കണം. കേട്ട് അതുപോലെ തന്നെ പാടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴത്തേക്ക് ഇപ്പം നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫുള്ള് കേൾക്കണം. ഇപ്പം ആദ്യത്തെ ആ പാട്ടിൻ്റെ ഹമ്മിങ് ഒക്കെ മുറിഞ്ഞു പോയില്ലേ, അതൊക്കെ കുറച്ച് ടെൻഷൻ്റെയും പ്രശ്നങ്ങളും കൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിട്ട് പാടാൻ പറ്റും. ഓക്കെ, താങ്ക് യു സാർ. നല്ല പാടണമെന്ന് നല്ല ആഗ്രഹമുള്ള ആളാന്ന് തോന്നുന്നല്ലേ? വീട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ, ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾ പാടുന്നതെന്ന് പറഞ്ഞാൽ ഓടിക്കും, വീട്ടിൽ നിന്ന് പോയി പഠിക്കുമെന്ന് പറഞ്ഞാൽ ഓടിക്കും. ഇപ്പോഴത്തെ എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ സേറക്കുട്ടി, എന്തോ അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ഫിനാലയിലേക്ക് സേറ എത്തുമോ എന്നറിയാൻ സേറനെ പോലെ തന്നെ ഞങ്ങൾക്കും ആകാംക്ഷയുണ്ട്. അപ്പോൾ റിസൾട്ട് അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ദിസ് ഈസ് റേഡിയോ മീഡിയ വില്ലേജ് 90.8 പ്രസന്റ് മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണിക്കല കല്യാണം.